5 ദിവസം പണിയെടുത്തിട്ട് കിട്ടുന്ന ഒരു ശനി ഞായറുണ്ടല്ലോ, എന്നും വെറുതെ ഇരിക്കാറാണ് പതിവ്. ഫോണിലൊക്കെ നോക്കി അങ്ങനെ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്, എൻ്റെ കോൺസെൻട്രേഷൻ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ വരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഈ വീക്ക് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണം, കുറച്ചൊക്കെ വായിക്കണം എന്നൊക്കെ. പിന്നെ ഈ ശനിയാഴ്ചയാണെങ്കിൽ ടോണിയും കൂടെ ഉണ്ടായിരുന്നില്ല. എന്തായാലും ബോറടിച്ചിരിക്കുകയാണ്. ഞങ്ങളൊരിക്കൽ പുറത്ത് പോയപ്പോൾ കുറച്ച് വാങ്ങിയ നേന്ത്രപ്പഴം പെട്ടെന്ന് അങ്ങ് ചീത്തയായി തുടങ്ങി. അപ്പോഴാണ് ഒരു കറുത്ത നിറമൊക്കെ ആയപ്പോഴേ ഞാൻ അരിഞ്ഞങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് നട്ട്സ് തീർന്നു പോയി. അപ്പോൾ ആ സമയത്ത് ഞാൻ വേഗം ഓൺലൈനിൽ ഓർഡർ ചെയ്തു. ആ ഗ്യാപ്പിലിരുന്നാണ് ജിയറന്തുകോവിൻ്റെ ഒരു ബുക്ക് വായിച്ചത്, ട്വിങ്കിൾ റോസിയും 12 കാമുകന്മാരും. നല്ല ബുക്കാണ്. ജിയറന്തുകോവൻ പണ്ട് തൊട്ടേ എൻ്റെ ഒരു ഫേവറേറ്റ് ഓഥറാണ്. പിന്നെ ബുക്ക് മാർക്ക് അറിയാലോ, വായിക്കുന്നവർക്ക് ടിഷർട്ട്സിൻ്റെ ടാഗ് പോലും ബുക്ക് മാർക്കാണ്. നമ്മുടെ നട്ട്സ് വന്നു. അത് ജസ്റ്റ് ഒന്ന് വഴട്ടാൻ കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിലേക്കാണ് ഞാൻ വഴട്ടാൻ വേണ്ടി. പിന്നെ എൻ്റെ വായനയെ പറ്റി പറയുകയാണെങ്കിൽ, വായിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ വായന നിന്നു പോയതിനൊരു മെയിൻ റീസൺ തന്നെ ഫോണായിരുന്നു. അപ്പോൾ അത് പതിയെ പതിയെ റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വായിച്ചിട്ട് ഒരുപാട് നാളായതുകൊണ്ട് അങ്ങ് വായനയ്ക്ക് വേണ്ടി അങ്ങ് ഇരിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. പക്ഷേ ഞാൻ ചെറുതായിട്ട് പതിയെ പതിയെ വായിച്ച് വായനയിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി സക്സീഡ് ആയിട്ടൊന്നുമില്ല. ഇപ്പോഴും ഫോണൊക്കെ ഇടയ്ക്ക് കിടക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് സമയമൊക്കെ ഫോൺ നോക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ അത് സമയത്ര പോകുന്നു നമ്മൾ പോലും അറിയാതെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രശ്നമാകുന്നത്. ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് സംസാരിച്ച 1-2 പേരും എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ഒരു കാര്യമായിരുന്നു. അവർ ഒരുപാട് വായിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു, പക്ഷെ ഇപ്പോൾ വായിക്കാൻ പറ്റുന്നില്ല, ഫോൺ ഭയങ്കര ഡിസ്ട്രാക്റ്റിംഗ് ആണെന്നുള്ളത്. നമ്മൾ തന്നെ വേണ്ടെന്ന് വെച്ച് ഫോൺ മാറ്റി വെച്ചെടുത്ത് വായിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സൊല്യൂഷനായിട്ട്. ഞാൻ ചില വീക്സിലൊക്കെ സമയം പോകുന്നത് ഞാൻ അറിയാറില്ല. 2 ദിവസം ശനി ഞായറും വളരെ പെട്ടെന്ന് പോകും. കാരണം എനിക്ക് ഫോൺ നോക്കിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നൊന്നും മനസ്സിലാവത്തേയില്ല. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, ബുക്ക് വായിക്കുകയോ എന്തെങ്കിലും കുക്കിങ്ങൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം ഉണ്ടാവുക എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. സംസാരിച്ചിരുന്ന നമ്മുടെ നേന്ത്രപ്പഴം വയറ്റിൽ കഴിഞ്ഞ് നമ്മൾ അറിഞ്ഞില്ല. അവസാനം എല്ലാം കഴിഞ്ഞ് കുറച്ചൊരു സിനമൺ പൗഡറും കൂടെ മുകളിൽ നിന്ന് വിതറിയാൽ നല്ലതാണ്. ഞാൻ വാങ്ങിയത് ഇപ്പം ഞാൻ കാണിച്ച ആ ബ്രാൻഡാണ്. ഓൺലൈനിൽ ഇത്ര വിലയില്ല, ഓൺലൈനിൽ ഈ വിലയ്ക്കല്ല ഞാൻ വാങ്ങി. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് വായിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു ബോട്ടിലൊക്കെ എടുത്തു, ബുക്കൊക്കെ എടുത്ത് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല വ്യൂ ആണ്, പുറത്തേക്ക് നല്ല പച്ചപ്പും ഒക്കെ കണ്ട് കുറച്ച് നേരം വായിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നേ പറയുന്നുള്ളൂ, ബുക്കൊക്കെ എടുത്ത് മൂലയ്ക്ക് വെച്ചിട്ടുള്ളവർ തിരിച്ച് പൊടിയൊക്കെ തട്ടിയെടുത്ത് വായിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ പഴയ വായനക്കാരിയെ തിരിച്ചുകൊണ്ടുവരിക.